പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 124 അധ്യായം. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയാക്കി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിലാണ് നമ്മുടെ ആശ്രയം. കർത്താവായ ദൈവം വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മളെ രക്ഷിക്കപ്പെടുത്തെങ്കിൽ, നമ്മളെ രക്ഷിച്ചുവെങ്കിൽ, ഇന്ന് നമ്മെ എത്രമാത്രം അവിടുന്ന് സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ എന്നേ നമ്മൾ ശത്രുവിൻ്റെ കരങ്ങളിൽ അകപ്പെട്ടു പോയേനെ. ഒരു ശത്രു നമ്മെ വിഴുങ്ങിക്കളയുവാൻ നമ്മുടെ മുൻപിൽ വായ്പിളർന്നു നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആഴമായി ഹൃദയം തുറന്ന് വിളിച്ചാൽ അവിടുന്ന് വിളി കേൾക്കുകയും അവിടുന്ന് നമ്മുടെ പക്ഷം ചേർന്ന് അവിടുന്ന് നമ്മോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഹൃദയം ആ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് ആ ദൈവത്തെ നമ്മളിലേക്ക് ചേർക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവസ്നേഹം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശത്രുക്കൾ പല വിധത്തിലും പല പ്രതികൂലങ്ങളാൽ പല പ്രലോഭനങ്ങളാൽ നമ്മളെ ഞെരുക്കാൻ നോക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ രക്ഷയായ ദൈവത്തെ ഒന്ന് വിളിക്കാൻ തയ്യാറായാൽ, ആ ദൈവത്തോട് ഒന്ന് ചേർന്നിരിക്കാൻ തയ്യാറായാൽ, ഒരു ശത്രുവിനും നമ്മളെ വിട്ടുകൊടുക്കാതെ വണ്ണം നമ്മളെ പൂർണ്ണ സംരക്ഷകനായി അവിടുന്ന് സംരക്ഷിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ ഈ പകൽക്കാലം ഒരിക്കൽ കൂടി ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഈ സങ്കീർത്തന ഭാഗങ്ങളാൽ ദൈവത്തെ നമുക്ക് നന്ദി പറയാം, സ്തുതിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.